എൻ്റെ പേര് അക്ഷയ്. വയസ്സൊരു 26 പോകുന്നു. ഞാനിവിടെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്നും കിട്ടാതെ തല തിരിഞ്ഞ് നിൽക്കുന്ന സമയം ജിമ്മിന് പോകാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ശരീരമൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി പെൺകുട്ടികളുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണം, അത്രയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു ജിമ്മാണ് ആകെ ഉള്ളത്. അതുകൊണ്ട് മിക്ക ആൻറ്റിമാർ ചേച്ചിമാർ അവിടെയാണ് വരുന്നത്. ആൻറ്റിമാർ എന്ന് പറഞ്ഞാൽ ശരിക്കും 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെക്കാട്ട് കൂടുതൽ സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ കാണാമായിരുന്നു. വരുന്നതിൻ്റെ മിക്കതും പണച്ചാക്കുകളായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ ആയി നല്ല കമ്പനിയായി. റീന, ദീപ, എലിസബത്ത്, ഷെമീന എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. അതിൽ എലിസബത്ത് ആൻറ്റി ആയിരുന്നു ഞാൻ ഏറ്റവും കമ്പനി. അവർക്കൊരു 49 വയസ്സ് പ്രായം ഉണ്ടാകും. എന്നാൽ അത്രയും പ്രായം പറയില്ല. നല്ല കുടവേറും ഒക്കെ ഉള്ളതാണ്. ഈ കുടവയർ കുറയ്ക്കാനാണ് അവർ ജിമ്മിലേക്ക് വരുന്നത്. എന്നാൽ മുഴുവൻ സമയം എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കലാണ് പതിവ്. അവർക്ക് 2 മക്കളാണ്. ഒരു മകൻ എഞ്ചിനീയർ, മകൾ ഡോക്ടറും. ഭർത്താവ് മരിച്ചു പോയതാണ്. എങ്കിലും ചുള്ളൻ പയ്യന്മാർ വിളിച്ച് അവരുടെ കൂടെ കൂടണം എന്ന വിചാരത്തോടെ നടക്കുന്ന സ്ത്രീയാണ് അവർ. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവരുടെ ഓരോ പ്രവൃത്തികൾ തന്നെയാണ് ഞാൻ വ്യായാമം ചെയ്യുമ്പോൾ എൻ്റെ പുറകെ വന്ന് അടിച്ചും പതുക്കെ ശരീരമൊക്കെ ഒന്ന് തലോടലും ഇടയ്ക്ക് എൻ്റെ ചെസ്റ്റിൽ പിടിച്ച് വലിക്കുകയും അങ്ങനെ ആൻറ്റിയുടെ ഹരമായിരുന്നു ഇതൊക്കെ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുമായി പെട്ടെന്ന് ഇണങ്ങാം, മറ്റൊരു തരത്തിലേക്ക് നീങ്ങാമെന്ന് എനിക്കറിയാം. പക്ഷേ പ്രശ്നമാവോ എന്നതായിരുന്നു കാരണം. ഏതായാലും ഇടയ്ക്ക് അവരുടെ പിന്നഴകും മുന്നഴകും ഒക്കെ ഞാൻ അറിയാത്ത ഭാവത്തിൽ തട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഫുള്ളപ്പ് അടിച്ച് ചെയ്യുകയായിരുന്നു. ഇവർ പുറകെ വന്ന് എൻ്റെ ബാക്കിലൊരു പിടുത്തം. എൻ്റെ വേഷം ഒരു ഷോർട്സൊക്കെ ആയിരുന്നു. എൻ്റെ അരുതാത്ത ഭാഗത്തൊക്കെ കൈ വന്നു. എന്നിട്ട് പെട്ടെന്നൊരു ചോദ്യമോ. ഞാൻ സഹായിക്കണോ ആൻറ്റി? അർത്ഥം വെച്ച് ചോദിച്ചു. വേണ്ട ആൻറ്റി, ഞാൻ തന്നെ ചെയ്തോളാം. ഞാനും വിട്ടുകൊടുത്തില്ല. ഈ ഒറ്റയ്ക്ക് പുഷപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ആൻറ്റി സാരം വെച്ച് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. പെട്ടെന്ന് അവർ എൻ്റെ ഷോർട്സിൽ പിടിച്ചു വലിച്ചു. എനിക്ക് കുറച്ച് ചമ്മലായി. ഞാൻ പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് ആൻറ്റിയോട് പറഞ്ഞു. ഓ, നീ വല്ലാണ്ട് വിളിച്ചത് തന്നെ. നിനക്ക് ആ ദീപയെയും റീനയെയും ഒക്കെ സഹായം മതിയല്ലോ, അവർ പരിഭവത്തോടെ പറഞ്ഞു. തൽക്കാലം ഫുള്ളപ്പ് അടിക്കാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ വിളിക്കാം ഞാൻ. ഫുള്ളപ്പ് അടിക്കാൻ അല്ല, നിന്നെ അടിക്കാനുള്ള കാര്യമാ ഞാനീ പറയുന്നത്. എന്നിട്ട് ആൻറ്റി ഒന്ന് ചുറ്റിലും നോക്കി ഒന്ന് ചിരിച്ചു. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വർഗലോകം കാണാനുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് തിരിച്ച് ഞാൻ മറുപടി പറയും, എനിക്ക് സഹായം വേണ്ടി വരും. അപ്പോൾ ഞാൻ ആൻറ്റിയെയും കൂടി സഹായിക്കാം. ഒരർത്ഥം വെച്ച ചോദ്യം ഉത്തരവുമായിരുന്നു അവൻ കൊടുത്തത്. ആൻറ്റിയെ എപ്പോൾ വേണമെങ്കിലും ഞാൻ സഹായിക്കാം, അവൻ അവരെ നോക്കി പറഞ്ഞു. അവരുടെ മുഖം പ്രസന്നമാകുന്നത് ഞാൻ കണ്ടു. അന്ന് രാത്രി അവർ ഒരു നൈറ്റ് ഗൗൺ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. പിറ്റേന്ന് തന്നെ അവരോട് എനിക്ക് കൂട്ടുകൂടാൻ തന്നെ ആഗ്രഹം വന്നു. ആൻറ്റി, എൻ്റെ വണ്ടി പഞ്ചറായി. നാളെ രാവിലെ ജിമ്മിൽ പോവാൻ എന്നെ ഒന്ന് വീട്ടിൽ വന്ന് വിളിക്കുമോ? ഞാൻ ഒരു നമ്പർ ഇട്ടു. അതിനെന്താ, വീട് എവിടെയാ പറഞ്ഞാൽ മതി. ആൻറ്റി റിപ്ലൈ തന്നു. എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഒരു ബൊളോന കാർ വന്ന് വീടിൻ്റെ മുമ്പിൽ നിന്നപ്പോഴാണ് ഞാൻ ഉറക്കം എഴുന്നേറ്റത്. പുറത്ത് ആൻറ്റിയുടെ ശബ്ദം. അമ്മ കണ്ടാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം റെഡിയായി പുറത്തേക്ക് വന്നു. എന്നാലും അമ്മ ഒന്നും പറഞ്ഞില്ല. ആൻറ്റി എന്തെങ്കിലും കള്ളം പറഞ്ഞ് അമ്മയെ വിശ്വസിപ്പിച്ച് കാണും. അങ്ങനെ ഞാൻ ആൻറ്റിയോടൊപ്പം യാത്ര തുടങ്ങി. ആൻറ്റിയുടെ വീട് ഇവിടെ നിന്ന് എത്ര ദൂരം പോകണം ഞാൻ ചോദിച്ചു.
ഒരു 5 കിലോ അല്ലെങ്കിൽ 8 മീറ്റർ ഉണ്ടാവും. അവ പറഞ്ഞു. ഇത്രയും ദൂരം വന്ന് എന്നെ പിക്ക് ചെയ്തതിന് താങ്ക്സ്. ഞാൻ പറഞ്ഞു. ഓ, സ്വീകരിച്ചിരിക്കുന്നു, അവർ കളിയാക്കി പറഞ്ഞു. അങ്ങനെ കുറേ നേരം മുന്നോട്ട് പോയി. ജിമ്മിൽ പോകുന്ന വഴി മാറിയാണ് പോകുന്നത്. എവിടെ പോകുകയാ ആൻറ്റി? ഞാൻ ചോദിച്ചു. ഇന്നത്തെ വർക്കൗട്ട് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാം, ആൻറ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, ഞാൻ പറഞ്ഞു. വർക്കൗട്ടൊക്കെ കൊള്ളാം, പക്ഷെ കറക്റ്റ് സമയത്ത് എന്നെ വീട്ടിലെത്തിക്കണം, ഇല്ലെങ്കിൽ അമ്മ കലിപ്പാവും എന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്കൊന്നും പറയില്ല, എല്ലാം ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അവ പറഞ്ഞു. എങ്ങനെ? ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞേ, ജിമ്മിലെ ട്രെയിനറുടെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നും അവരെ കാണാൻ ഞാനും നീയും കൂടെ പോവുകയാണെന്നും പറഞ്ഞു. നിൻ്റെ അമ്മയോട്? നിങ്ങൾ ആൾ കൊല്ലാമല്ലോ, ഞാൻ പറഞ്ഞു. പിന്നല്ലാതെ, ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാ. അങ്ങനെ വണ്ടി ഒരു വലിയ വീടിൻ്റെ മുന്നിൽ ചെന്നു നിന്നു. അകത്ത് നിന്ന് ഒരാൾ വന്നു ഗേറ്റ് തുറന്നു. ഞങ്ങൾ അകത്ത് കയറിയ ശേഷം അയാൾ ഗേറ്റ് അടച്ചു. ഞാൻ വീടിന് ചുറ്റും നോക്കി. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന റബ്ബർ മരങ്ങൾ, ഒരു കൂറ്റൻ റോഡ് വൈലർ ഉണ്ട് കൂട്ടിൽ, പിന്നെ ഒരു റബ്ബർ ഷീറ്റ് പുര, ഒരു ഔട്ട് ഹൗസ്, കൂറ്റൻ ഒരു വീടും. ഇതായിരുന്നു ആ ഗേറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആൻറ്റി, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. അല്ല, ഒരു ജോലിക്കാരി സ്ത്രീയുണ്ട്, അവരെ ഇന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു, ആൻറ്റി പറഞ്ഞു. അപ്പോൾ ആ ഗേറ്റ് തുറന്നു തന്ന ആളാരാണ്? ഞാൻ ചോദിച്ചു. അത് ഇവിടെ റബ്ബർ വെട്ടാൻ വരുന്നതാണ്, അയാൾ ഇപ്പോൾ പോകും, ആൻറ്റി പറഞ്ഞു. ഞാൻ വീടിൻ്റെ അകത്ത് കയറി. ഒരു ഷോർട്സ് ആയിരുന്നു എൻ്റെ വേഷം. പെട്ടെന്ന് ആൻറ്റി വീടിൻ്റെ മുൻവാതിൽ അടച്ചു കുറ്റിയിട്ടു. ഇനി ഒരാളും ഇവിടെ വരില്ല, ആൻറ്റി പറഞ്ഞു. അമ്മയെ വിശ്വസിപ്പിക്കാൻ ഒരു ചുരിദാറായിരുന്നു ആൻറ്റി ഇട്ടിരുന്നത്. ഞാൻ ഹാളിൽ സോഫയിൽ കയറിയിരുന്നു. ആൻറ്റി ഹാളിൽ വെച്ച് തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ഊരാൻ ശ്രമിച്ചു. ഞാൻ മുഖമൊന്നു തിരിച്ചു. ആൻറ്റിക്ക് അത് പ്രശ്നമായിരുന്നില്ല. പക്ഷേ എനിക്കവിടെ നോക്കാതിരിക്കാനും പറ്റിയില്ല. ഞാനൊന്നും നോക്കി. അവർ ആകമാനം. കുഴപ്പമില്ല, കുറച്ച് കുടവയറുണ്ട്, അത്രമാത്രമുള്ളൂ. പിന്നീട് ഞാൻ രണ്ടാമത് മുഖം തിരിച്ചു. ആൻറ്റി പതുക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു. എത്ര നാളായിട്ട് ഞാൻ നിന്നെപ്പോലൊരു പയ്യനെ തിരഞ്ഞു നടക്കുന്നു എന്നറിയാമോ? എത്ര നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണെന്നറിയാമോ നിനക്ക്? ഓരോ ദിവസവും ഞാൻ സ്വന്തമായി എന്നെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. ഇന്ന് നീ എനിക്ക് വേണ്ടുവോളം എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞു. അവർ സോഫയിൽ മെല്ലെ വന്ന് എൻ്റെ കാലിൻ്റെ മുകളിൽ വന്നിരുന്നു. ഞാൻ അവരെ അടിമുടി ആദ്യമൊന്ന് നോക്കി. പിന്നീട് പിറകിൽ നിന്ന് എൻ്റെ കൈകൾ അവരെ വരിഞ്ഞു മുറുക്കി. എൻ്റെ പേര് അക്ഷയ്.